ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വലിയ പ്രചാരവുമായി ഇടത് സർക്കാർ നീങ്ങുമ്പോൾ തിരുവനന്തപുരത്തെ ചെങ്കലിൽ നിന്നും വ്യത്യസ്തമായൊരു ദുരനുഭവ കഥ. സർക്കാർ എന്ത് ഇളവ് ചെയ്താലും ട്രേഡ് യൂണിയനുകൾ വിചാരിച്ചാൽ എല്ലാം പൊളിക്കാം. കട പൊട്ടിക്കാനും സ്ഥാപനം തകർക്കാനും വരുന്നത് CPM നിയന്ത്രണത്തിലുള്ള CITുകാരാണെങ്കിൽ എല്ലാം തീർന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചെങ്കലിൽ ചൂള നടത്തുന്ന പുഷ്പകുമാരിയും ഭർത്താവ് തങ്കപ്പനും ട്രേഡ് യൂണിയനുകളുടെ കണ്ണിലെ കരടാണിന്ന്. അതുകൊണ്ട് തന്നെ ഇഷ്ടിക നിർമ്മാണ യൂണിറ്റും പ്രതിസന്ധിയിലാണ്. 6 കൊല്ലമായി ചെങ്കലിൽ ഇഷ്ടിക ചൂള നടത്തുന്നുണ്ട് പുഷ്പകുമാരി. ഭർത്താവ് തങ്കപ്പൻ KSRTCയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരനാണ്. ഇവരുടെ സ്ഥാപനം പൊട്ടിക്കാൻ നിൽക്കുന്നത് CITുവിൻ്റെ നേതൃത്വത്തിലുള്ള ചുമട്ടിറക്ക തൊഴിലാളികളാണ്. ഹൈക്കോടതിയിൽ നിന്നും സ്ഥാപന നടത്തിപ്പ് തടയുന്നതിനെതിരെ ഉത്തരവ് വാങ്ങിയതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി. ഉത്തരവ് നടപ്പാക്കാനെത്തിയ പോലീസിന് മുമ്പിൽ വെച്ച് അവർ ഹൈക്കോടതി ഉത്തരവ് കീറിയെറിഞ്ഞു. ഈ ഇഷ്ടിക ചൂള പൂട്ടിക്കുമെന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചു. CPM അനുകൂല സംഘടനയായതുകൊണ്ട് തന്നെ പോലീസ് നിസ്സഹായരായി. ഇതോടെ പുഷ്പകുമാരി പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിയുകയാണ്. CITU മാത്രമല്ല, കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയായ INTUCയും ചെങ്കലിൽ പുഷ്പകുമാരിക്കെതിരാണ്. വികസനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം MP ശശി തരൂർ എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു. കേരളത്തെ വികസന വഴിയിൽ നയിക്കുന്ന സ്റ്റാർട്ടപ്പ് വിപ്ലവത്തെക്കുറിച്ചായിരുന്നു ആ ലേഖനം. ഇടത് സർക്കാർ ഇത് വലിയ ചർച്ചയാക്കി. കണക്കുകളുമായി തരൂരിനെ പൊളിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ 2 അഭിപ്രായവും ഉണ്ടായി. ഏതായാലും ശശി തരൂരിൻ്റെ മണ്ഡലമായ ചെങ്കലിലാണ് പുഷ്പകുമാരിയും ഭർത്താവും CITുകാരുടെ ഭീഷണിയിൽ കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വേദനയിൽ കഴിയുന്നത്.